തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീക്കിൻ്റെ ടാസ്ക് വേറൊന്നുമല്ല, നമ്മുടെ ഗാർഡൻ ഏരിയയിൽ സെൻറ്ററിൽ ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൻ്റെ മുകളിൽ ഒരു ബോക്സ് ഉണ്ടാവും. ബോക്സിനുള്ളിൽ കുറേ മാർബിൾ, അതായത് കോയിൻസ് ആയിട്ടാണ് പറയുന്നത്, കോയിൻസ് ഉണ്ടാവും. പല കളറിൽ കാണും. റെഡ്, ഗ്രീൻ, ഗോൾഡ് കാണും, അതുപോലെ ബ്ലാക്ക് ഉണ്ടാവും. അപ്പം ഈ എല്ലാ നിറത്തിലുള്ള സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാ പാർട്ടിസിപ്പൻസും, അതായത് എല്ലാ ഗെയിമേഴ്സും ഒരു റൗണ്ടായിട്ട് നിന്നതിന് ശേഷം ബസർ അടിക്കുമ്പോൾ എല്ലാവരും കൂടെ അതിൻ്റെ അകത്ത് പോയിട്ട് ആ കോയിൻസ് മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്രയും എടുക്കുക. അതാണ് ടാസ്ക്. അതിൽ ബ്ലാക്ക് കിട്ടുന്നത് കുറച്ച് പ്രശ്നമാണ്. ബ്ലാക്ക് കിട്ടിയാൽ പണി കിട്ടും എന്നാണ് പറയുന്നത്. ബാക്കി ഗ്രീൻ, റെഡ്, ഗോൾഡ് കിട്ടിയാൽ വെരി ഗുഡ്. ബാക്കിയൊക്കെ ഉള്ളതിനൊക്കെ എന്താണെന്ന് വെച്ചാൽ പിന്നീട് പറയും എന്നാണ് പറയുന്നത് കേട്ടോ, കിട്ടുന്നത് പോലെ. അപ്പോൾ ഫസ്റ്റ് ടാസ്കിൽ തന്നെ, അതായത് ഫസ്റ്റ് റൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് 2 റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ നിലവിൽ 2 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും കാണും. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു, അതായത് എല്ലാ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസും ഉണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ. അപ്പോൾ ഞാൻ ഓരോരുത്തർക്ക് എന്തൊക്കെ കിട്ടിയെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയത് അഭിലാഷിന് ഒരു ബ്ലാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ റേന ഫാത്തിമയ്ക്കും ഒരു ബ്ലാക്ക് കിട്ടി. ബിന്നിക്ക് 5 റെഡ് മാർബിൾസ് ആണ് കിട്ടിയത്. പിന്നെ ആര്യന് 3 റെഡ് മാർബിൾസ് കിട്ടി. പിന്നെ ജസേലിന് 2 റെഡ് മാർബിൾസ് കിട്ടി. പിന്നെ അക്ബറിന് 4 റെഡും 1 ഗോൾഡും കിട്ടി കേട്ടോ. അങ്ങനെ അക്ബറിനാണ് ഫസ്റ്റ് ഗോൾഡ് കിട്ടിയത്. പിന്നെ ബ്ലാക്ക് കിട്ടിയവരുടേത് റേനയ്ക്കും അഭിലാഷിനുമായിരുന്നു. പിന്നെ ബിന്നിക്കും ആര്യനും ജസേലിനും റെഡാണ് കിട്ടിയത്. സോ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് അവിടെ കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് റൗണ്ടിലോട്ട് പോയപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ഈ ഫസ്റ്റ് മാർബിൾസ് കിട്ടിയവരെ സെക്കൻഡ് റൗണ്ടിൽ നിന്ന് പുറത്താക്കി. എന്ന് വെച്ചാൽ സെക്കൻഡ് റൗണ്ടിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കിട്ടാത്തവരില്ലേ, അവരൊക്കെയാണ് സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സെക്കൻഡ് റൗണ്ടിൽ 2 കോയിൻസ് മാത്രമേ ഉള്ളൂ, അതായത് 2 എണ്ണം. ആ 2 എണ്ണം മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ 2 എണ്ണം കിട്ടിയത് 1 എണ്ണം ഷാനവാസിന് കിട്ടി, അതായത് ഷാനവാസിന് 1 റെഡ് കിട്ടി. അതുപോലെ അനീഷിന് കിട്ടി, അനീഷിന് ഒരു ബ്ലാക്ക് കിട്ടി കേട്ടോ. അങ്ങനെ 2 എണ്ണം അവിടെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും നമ്മുടെ ലിവിങ് റൂമിൽ വന്നു. ലിവിങ് റൂമിൽ വന്നപ്പോൾ നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെ ഏതൊക്കെ കിട്ടിയെന്ന്. അതായത് ഇപ്പോൾ ഈ റൗണ്ടിൽ കളിച്ചവരും നേരത്തെ റൗണ്ടിൽ കിട്ടിയവരും 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഈ റൗണ്ടിൽ 2 പേർക്കല്ലേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് വളരെ സിമ്പിളാണ്. 2 പേർക്ക് കിട്ടിയിട്ടുള്ളൂ. നേരത്തെ റൗണ്ടിൽ മൊത്തം 6 പേർക്ക് കിട്ടി. അങ്ങനെ 6ഉം 2ഉം 8 പേരെ ഓക്കെ ആയി. അതിൽ ബ്ലാക്ക് കിട്ടിയവരെയാണ് ആദ്യം വിളിച്ചത്. ആദ്യം വിളിച്ചത് ഗോൾഡ് കിട്ടിയ ആളിനെയാണ്. അപ്പോൾ ഗോൾഡ് കിട്ടിയത് അക്ബറിനാണ്. സോ അക്ബറിനെ വിളിച്ചു. അപ്പോൾ അക്ബറിന് വലിയൊരു സംഭവം കിട്ടി, വലിയൊരു ഗിഫ്റ്റാണ് കിട്ടിയത്, റിവാർഡാണ് കിട്ടിയത്. എന്നു വെച്ച് കഴിഞ്ഞാൽ അക്ബറിന് കിട്ടിയതെന്ന് പറഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് വീക്കിലെ നോമിനേഷനിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് അക്ബറിന് കിട്ടിയിട്ടുണ്ട്. കാരണം ഗോൾഡ് കിട്ടിയുണ്ട് അവിടെ. പക്ഷെ കിട്ടണം ഈ ഒരു ചാൻസ്, അതായത് അടുത്താളെ നോമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്ക് ഒരു കടമ്പ കൂടെ കിടക്കണം കേട്ടോ. അതായത് അടുത്ത റൗണ്ട് 3ൽ ഒരാളെ ഗസ് ചെയ്യണം. ആ ഒരാൾ അടുത്ത റൗണ്ടിൽ ഗോൾഡ് കോയിൻ എടുത്താൽ ഈ അവസരം കിട്ടും, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. ഇല്ലെങ്കിൽ കിട്ടത്തുമില്ല, എന്തോ ഒരു ടാസ്ക് കൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ, പണിയും കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക്കാണ് കേട്ടോ കൊടുത്തത്. വല്ലാത്തൊരു കുടം ചതിയാണ് അക്ബറിനോട് ചെയ്തത് കേട്ടോ. കാരണം അക്ബർ അത്രയും പ്രതീക്ഷയോടിരുന്നു. അടുത്ത ആഴ്ചത്തേക്ക് എനിക്കൊരാൾ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, വളരെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു കാര്യം കൂടെ അനൗൺസ് ചെയ്തത് കേട്ടോ. അങ്ങനെ ആൾക്ക് പണി കിട്ടിയിരിക്കുകയാണ്. ഇപ്പം ആള് പറഞ്ഞത് ആര്യനെയാണ്, അതായത് അടുത്ത റൗണ്ടിൽ ആര്യൻ പെർഫോം ചെയ്യുമ്പോൾ ആര്യൻ ഗോൾഡ് കോയിൻ എടുക്കും എന്നുള്ളൊരു ഗസ്സിലാണ് നമ്മുടെ അക്ബർ പറഞ്ഞത്. ആര്യൻ എങ്ങാനും എടുത്തില്ല എങ്കിൽ പണി പാളി, അക്ബറിന് പണി കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ആൾ വലിയ പ്രതീക്ഷയിലൊക്കെ ഇരുന്ന് കേട്ടോ, അടുത്ത ആഴ്ച എനിക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരുന്നപ്പോഴാണ് ഈ പണി വന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഡെസ്പായി കേട്ടോ കഴിഞ്ഞപ്പോൾ. പിന്നെ വന്നത് ബ്ലാക്ക് കിട്ടിയ 3 പേര്. ബ്ലാക്ക് കിട്ടിയ 3 പേര് റേന, അഭിലാഷ് ആൻഡ് അനീഷ് 3 പേരെ വിളിച്ചു. അതിനുശേഷം അവർക്കൊരു പണിയാണ്, അവർക്ക് 3 പണിയാണ് കേട്ടോ കൊടുത്തത്. ആദ്യത്തെ ഒരാൾ വായി മൂടണം, ഒരാൾ കണ്ണ് പൊത്തണം, ഒരാൾ ഇരിക്കണം. ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും, സ്റ്റോർ റൂമിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും, ആ ഒരു പ്രോപ്പർട്ടിയിൽ ഇരിക്കുക, അതാണ് ഒരാളുടേത്. അപ്പം അതിലും അടിയായില്ല, ജസ്റ്റ് വാക്കുകൾക്ക് ഉണ്ടായി. അതായത് കണ്ണ് മൂടുന്നത് അനീഷ് ഓൾറെഡി സെലക്ട് ചെയ്തു കേട്ടോ. വായി മൂടാൻ അടിയായി, 2 പേർക്കും വായി മൂടണം. റേണയ്ക്കും അഭിലാഷിനും വായി മൂടണം. അങ്ങനെ അവസാനം റേണ വായി മൂടാം, അഭിലാഷ് വണ്ടിയിലിരിക്കാം എന്നുള്ള വണ്ടിയല്ല, ഒരു പ്രോപ്പർട്ടിയിൽ ഇരിക്കാമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ പ്രോപ്പർട്ടി എന്ന് എടുത്തിട്ട് വന്നു. പ്രോപ്പർട്ടി കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി കേട്ടോ. നമ്മുടെ ഉന്ത് വണ്ടിയിലെ
ആ ഉന്തുവണ്ടിയാണ് കേട്ടോ സംഭവം, പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അഭിലാഷ് കയറിയിരുന്നു, റേണ വായ്മൂടി ആൻഡ് അനീഷ് കണ്ണുകെട്ടി. അങ്ങനെ ഇനിയൊരു ടാസ്ക് കൊടുത്തതെന്ന് വെച്ചാൽ ഈ വണ്ടിയിലിരിക്കുന്ന ആളെ ഉന്തിക്കൊണ്ട് നടക്കുക. അതാണ് ഇവർക്ക് കൊടുത്ത പണി കേട്ടോ. ഈ വണ്ടിയിലിരിക്കുന്ന ആൾ സുഖമായിട്ടിരിക്കുക, ബാക്കി ആ നിൽക്കുന്ന 2 പേരും കണ്ണുപൊത്തിയും വായ്മൂടിയൊക്കെ ഇരിക്കുന്ന 2 പേര് ഈ വണ്ടി ഉന്തിക്കൊണ്ടേ പോവുക കുറേ നേരം. അതായത് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരെ, റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഈ ഒരു പ്രക്രിയ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതാണ് ഇവർക്ക് കിട്ടിയ പണി കേട്ടോ. അങ്ങനെ എല്ലാം കൂടി 8ൻ്റെ പണിയാണ് കേട്ടോ, 7ൻ്റെ പണിയാണ് കിട്ടിയേക്കുന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വീക്കെൻഡ് ടാസ്കിനെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. എന്തായാലും നല്ല ടാസ്ക് ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ എപ്പോഴും കഴിഞ്ഞ സീസണിലൊക്കെ ഫസ്റ്റ് വീക്കെൻഡ് ടാസ്കൊക്കെ വളരെ കുറച്ച് അങ്ങനെ ലൈറ്റായിട്ടാണ് അവർ കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം എല്ലാം നല്ല കോംപ്ലക്സീവായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ഇമോഷണൽ ആക്കാനും മെൻ്റലി നമ്മളെല്ലാം ആക്കാനും നന്നായിട്ട് നല്ലൊരു വീക്കെൻഡ് ടാസ്ക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുവരെ റൗണ്ട് 2 വരെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ റൗണ്ട് 3 ഉടനെ ഉണ്ടാവും. അപ്പോൾ അതുവരെ അനീഷും രേണയും കൂടെ അഭിലാഷിനെ ഇങ്ങനെ തള്ളിക്കൊണ്ട് കിടക്കണം വിത്ത് കണ്ണും പൊത്തി വായും മൂടി. അപ്പം എന്തായിരിക്കും ഒരു അവസ്ഥ കണ്ടു തന്നെ അറിയണം കേട്ടോ. 3rd റൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഗോൾഡ് കിട്ടിയത് ഷാനവാസിനായിരുന്നു കേട്ടോ. അപ്പോൾ ഗോൾഡ് ഷാനവാസ്, അതായത് ഈ 3rd റൗണ്ട് എന്ന് പറയുന്നത് ഈ കിട്ടിയവർക്ക്, അതായത് കോയിൻസ് കിട്ടിയവർ മാത്രമാണ് ആ ഒരു റൗണ്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ റൗണ്ടിൽ ഗോൾഡ് കിട്ടിയത് ഷാനവാസിനായിരുന്നു. ആ റൗണ്ടിൽ തന്നെ ബ്ലാക്ക് കിട്ടിയത് ഷാനവാസിനും അക്ബറിനും അനീഷിനും ബ്ലാക്ക് കിട്ടി കേട്ടോ, അതേ റൗണ്ടിൽ തന്നെ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു റൗണ്ട് 3യുടെ ബേസിസിലായിരിക്കും അക്ബറിന് ആ ഒരു ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നത്. അതായത് ആളെടുത്ത ഗോൾഡിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരാളെ നോമിനേഷനിൽ നെക്സ്റ്റ് വീക്ക് വിടാം എന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ആൾ പറഞ്ഞ ആര്യൻ ഗോൾഡ് കോയിൻ എടുത്തിരിക്കണം റൗണ്ട് 3യിൽ. പക്ഷേ റൗണ്ട് 3യിൽ ഗോൾഡ് കോയിൻ എടുത്തത് ഷാനവാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അക്ബറിനും പ്ലസ് ആര്യനും പണിഷ്മെൻറ്റ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണിഷ്മെൻറ്റ് വേറെ ഒന്നുമല്ല, കൺസെഷൻ റൂമിൽ പോകാൻ പറഞ്ഞു കേട്ടോ. കൺസെഷൻ റൂമിൽ ചെന്നപ്പോഴാണ് പണി പാളി എന്ന് അക്ബറിന് മനസ്സിലായത്. അപ്പോൾ കൺസെഷൻ റൂമിൽ ചെന്നപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ 2 പേരിൽ, അതായത് ആര്യനിലും അക്ബറിൽ നിന്ന് ഒരാളെ നെക്സ്റ്റ് വീക്കിലുള്ള നോമിനേഷൻസിലോട്ട് നിങ്ങൾ തന്നെ ഒരാളെ തീരുമാനിച്ച് പറയാൻ പറയുന്നു കേട്ടോ. അങ്ങനെ ഇവർ കുറേ നേരം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ്. പിന്നെ കുറേ കഴിഞ്ഞ് അക്ബർ സ്വയം ഞാൻ നോമിനേഷനിൽ വന്നോളാം എന്ന് പറയുന്നത് കേട്ടോ. ഓൾറെഡി ആര്യൻ ഈ വീക്കിലെ നോമിനേഷനിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടെയാണ് ആൾ താൻ വരാമെന്ന് സമ്മതിച്ചത് കേട്ടോ. അപ്പോൾ അവർ ഓൾറെഡി ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ലിവിങ് റൂമിൽ ബാക്കി കണ്ടസ്റ്റൻസ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അക്ബറിനും ഷാനവാസിനും അനീഷിനുമായിരുന്നു പണി കിട്ടിയത്. അപ്പോൾ അനീഷിന് 2 ബ്ലാക്ക് കോയിൻസ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് കോയിൻ ബ്ലാക്ക് കോയിൻ ഇല്ലാത്ത, അതായത് അവരെ കൂടെ മത്സരിച്ച ബാക്കിയുള്ള കണ്ടസ്റ്റൻസ്, ഈ റൗണ്ടിൽ മത്സരിച്ച ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ നിന്നും ബ്ലാക്ക് കോയിൻ ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ പറഞ്ഞു. അവർക്ക് ആ ഒരു പണി ചെയ്യേണ്ടി വരും കേട്ടോ. അങ്ങനെ അനീഷ് ആദ്യം ഷാനവാസിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, അല്ല, ബ്ലാക്ക് കോയിൻ ഇല്ലാത്ത ആളുടെ പേര് പറയാൻ പറഞ്ഞു. അങ്ങനെ ആര്യനാണ് ആ ലോട്ടറി അടിച്ചത്. വല്ലാത്ത ഒരു പണിയാണ് ആര്യന് കിട്ടിയത് കേട്ടോ. ആര്യന് മൊത്തത്തിൽ ഇന്ന് പണി കിട്ടിയ ദിവസമാണ്. ആൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയ കോയിൻസൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. ഈ ടാസ്കിൻ്റെ ഇടയിൽ ആളെ ഈ ടാസ്കിൽ വിളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ സൈഡിൽ കൂടെ അരക്കയോ ആളുടെ കോയിൻസൊക്കെ കട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ മൊത്തത്തിൽ ഡെസ്പായിട്ടാണ്. ഈ ഒരു പണിയും കൂടെ കിട്ടിയപ്പോൾ ഒടുക്കത്തെ ഡെസ്പായി. അപ്പോൾ ആൾക്ക് ഈ ഒരു ടാസ്കിൽ നേരത്തെ പറഞ്ഞ അതേ പണി തന്നെ, വായ മൂടുക, കണ്ണ് കെട്ടി പ്രോപ്പർട്ടിയിൽ ഇരിക്കുക, അതേ പ്രോപ്പർട്ടി തന്നെ. പക്ഷെ ഇതിലൊരു വ്യത്യാസമുണ്ട്, ഇതിലൊരു ആന നടത്തവും കൂടെ ഉണ്ട് കേട്ടോ. ആന നടത്തമുണ്ട്. അപ്പം ഈ 4ഉം ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പം വണ്ടിയിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ ഇരിക്കുന്നത് അനീഷും, വായ മൂടുന്നത് ഷാനവാസും, കണ്ണ് പൊത്തുന്നത് അക്ബറും, അതുപോലെ ആന നടത്തം ആര്യനും ഏറ്റെടുത്ത് അങ്ങനെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്ത് കുറേ നേരം ഉഴപ്പിയാണ് ഷാനവാസും അക്ബറും നമ്മുടെ അനീഷിനെ കൊണ്ടുപോയത് കേട്ടോ. കുറച്ചിടത്ത് തള്ളിയിട്ടു, കുറേ പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കും, പിന്നെ ഇരിക്കും. അങ്ങനെ എല്ലാവരും, ആരും തന്നെ ഈ സമയത്ത് ആരും മിണ്ടാതിരുന്നില്ല. അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഈ ഒരു ബിഗ് ബോസ് സീസണിന് വ്യത്യസ്തമായത് കേട്ടോ. സാധാരണ ഗ്രൂപ്പിസം കാണിച്ച് നിൽക്കുന്നവരാണ് എല്ലാവരും. അനീഷിനെതിരായിട്ട് മാത്രമേ വോയിസ് എടുത്ത് കേട്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു ടാസ്കിൻ്റെ ഇടയിൽ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ചെയ്തേ പറ്റൂ. ഷാനവാസിനോടും അക്ബറിനോടും നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അനീഷും രേണയും നേരത്തെ ഒറ്റയ്ക്ക് അഭിലാഷിനെ
ഒരു ഇതും ഇല്ലാതെ അവർ നന്നായിട്ട് ഇത്രയും മണിക്കൂർ അവർ ചെയ്തല്ലോ. അതേപോലെ തന്നെ നിങ്ങളും ചെയ്യണം. നിങ്ങൾക്ക് ഇത്രയും ശരീരവും ഇതൊക്കെ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്താ ചെയ്താൽ ഇങ്ങനെ ഉഴപ്പുന്ന എന്തിനാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും, ഷാരിക, അനു, എല്ലാവരും കൂടെ, അതിലനൂറായാലും എല്ലാവരും ഇടപെട്ടു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടാസ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഫൈറ്റൊക്കെ ഉണ്ടായി വരും. ഷാരികയും അതുപോലെ അക്ബറിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ മടിച്ചിട്ടായാലും ഉരുട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ മണിക്കൂർ, കുറേ ടൈം എടുത്തിട്ടാണ് ഈ ടാസ്ക് അല്ലെങ്കിൽ ഈ ഒരു പണി കഴിഞ്ഞത്. ഒരുപാട് നേരം ബുദ്ധിമുട്ടി. അതുപോലെ ആര്യനും എന്തൊക്കെയോ എന്തോ മുട്ടുവേദനയോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആൾക്കും ഒട്ടും പറ്റിയില്ല. ഈ ഒരു കുറേ നേരം ഇങ്ങനെ ആളെ നടത്തുമ്പോൾ ആർക്കാരും പെയിനുണ്ടാവും. പക്ഷെ ഇതൊരു ടാസ്ക്കാണ്, ആൾക്ക് കിട്ടിയ പണിയാണ്. സോ അത് ചെയ്തേ പറ്റുള്ളൂ, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും വല്ലാത്ത ട്വിസ്റ്റിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തന്നെ വേറൊരു സംഭവം നടന്നു. അതാണ് ഈ ഒരു വീക്കെൻഡ് ടാസ്ക് കൊണ്ട് ഏറ്റവും ഉണ്ടായ ഗുണമെന്ന് പറയുന്നത്. ഇവരുടെ ഇടയിലുണ്ടായിരുന്ന ഈ ഗ്രൂപ്പിസം ഒരു സംഭവം ബ്രേക്കായി. അതിന് കാരണമായിട്ടുള്ള അനു ആണ് കേട്ടോ. അപ്പം അനു അപ്പാനി ശരത്തിനോട് ഇങ്ങനെ എന്തോ ഒരു ഗ്രൂപ്പിസത്തിൻ്റെ സംഭവം എന്തോ പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പാനി ശരത്ത് വല്ലാണ്ട് ഷൗട്ടായി. ആൾ റൂമിൽ ചെന്നിരുന്നും ഇങ്ങനെ കുറ്റങ്ങൾ, അതായത് അനുവും സരികേനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സരിക, അനു, കുറച്ച് പേര് ഇവർ ഒറ്റക്കെട്ടായിട്ടാണല്ലോ നിന്നത്. എല്ലാ കാര്യത്തിലും ഇവരെ കൂടെ സപ്പോർട്ടോടെയാണ് അപ്പാനി ശരത്തിൻ്റെ ടീം നിന്നത്. കുറച്ച് ഗേൾസും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ ശരത്തിന് എതിരായി. ഓക്കെ, അതിൻ്റെ റീസൺ അനീഷ് തന്നെയാണ്. അനീഷിൻ്റെ മാത്രം കുറ്റങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഈ ശരത്ത് ശ്രമിക്കുന്നത് കണ്ടിട്ടെന്തോ അവർക്ക് എതിരായതാണ് കേട്ടോ. അങ്ങനെ ഭയങ്കരമായ പ്രശ്നമായി. ശരത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വന്നു. അതായത് അവരെ ഗ്രൂപ്പിസത്തെ പറ്റി ഒരാൾ എക്സ്പോസ് ചെയ്തപ്പോൾ ആൾക്കത് സഹിക്കാൻ പറ്റിയില്ല. സത്യത്തിൽ നടന്ന കാര്യമാണ് ആൾ പറഞ്ഞത്. പക്ഷെ അതൊട്ടും തന്നെ ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സംഭവം സത്യമാണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു വഴക്ക് മീൻസ് വഴക്കല്ല, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ചകളാണ്. എന്നാൽ ഇവരിങ്ങനെ പറഞ്ഞല്ലോ, നമ്മൾ ഇത്രയും ഹൃദയത്തിൽ കൊണ്ടു നടന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മളെപ്പറ്റി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അക്ബറിനോട് വന്നിരുന്ന സങ്കടം പറയുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഗ്യാങ് ആയിട്ട് നിന്നത് അക്ബർ, അഭിലാഷ്, ശരത്, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഒരു ഗ്യാങ് ആയിട്ടാണല്ലോ നിന്നത്. അങ്ങനെ അവർക്കിട്ട് പണി കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഹെയ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഓരോരുത്തർക്കായിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പിസം, ഞങ്ങൾ എവിടെ ഗ്രൂപ്പിസം കാണിച്ചത്, ഞങ്ങൾ എങ്ങനെയാണ് ഗ്രൂപ്പിസം കാണിച്ചതെന്നൊക്കെ ഇങ്ങനെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്രൂപ്പിസം അവർ കാണിച്ചിട്ടുണ്ട് പല കാര്യത്തിലും. മെയിനായിട്ട് മറ്റുള്ളവരെ റോസ്റ്റ് ചെയ്യാൻ. ഇപ്പം മെയിനായിട്ട് അനീഷിനെ തന്നെ റോസ്റ്റ് ചെയ്യാൻ, എന്ത് കാര്യം കാണിച്ചാലും അയാളെ എതിര് പറയുകയുള്ളൂ, അങ്ങനെ നിർബന്ധം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശരത്തിൻ്റെ ടീം. സോ അവർക്കെതിരായിട്ട് ഒരാൾ പ്രതികരിച്ചപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സോ എന്തായാലും വല്ലാത്തൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺ ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു ടാസ്ക് കൊണ്ടുണ്ടായൊരു ഗുണമാണ് കേട്ടോ. അപ്പോൾ വല്ലാണ്ട് ഇഷ്ടമായൊരു ടാസ്ക്കാണ്. ഇതുപോലെ നാളെ ഉണ്ടാവും വീക്കെൻഡ് ടാസ്ക്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്പുറമായിരിക്കും നാളെ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം നടന്ന കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും ചെയ്യാം കേട്ടോ, കമൻറ്റും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിൻ്റെ പേരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇപ്പോഴത്തെ വൈകിട്ട് വരെയുള്ള അപ്ഡേറ്റ്സ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു, എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.